ഇവിടെ കൊണ്ടുവരും, ഇവിടുത്തെ ആളുകളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കാര്യം പറഞ്ഞു. അല്ല അവിടെ വേണമെന്നില്ലല്ലോ, പഞ്ചായത്തിന് എവിടെ ലഭ്യമാണെന്ന് വെച്ചാൽ ആ പദ്ധതി എന്ന രീതി പറഞ്ഞിരുന്നു. പൈസ നിങ്ങൾ അനുവദിച്ചു 14 ലക്ഷം രൂപ കോൺട്രാക്ട് കൊടുത്തു. അപ്പൊ അതൊരു പഞ്ചായത്ത് കമ്മിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള ആൾക്കാർ അറിയാതെ ഇങ്ങനെ നടക്കുമെന്നുള്ള ഇവിടെ സ്ഥലം കിട്ടണൊക്കെ മുമ്പ് അംഗീകരിച്ചതാ. നേരത്തെ ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ, അതായത് ലഭിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ പോണെന്ന് നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മെമ്പർ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ഈ മാലിന്യ പ്ലാന്റ് നടക്കാൻ പോകണമെന്ന് അറിഞ്ഞിട്ടുണ്ടോ? വിജയ് മെമ്പർ പറഞ്ഞു മെമ്പർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ജിസേച്ചിയോട് ചോദ്യം, പഴയ മെമ്പറായിരുന്ന ജിസേച്ചിയോട് ചോദ്യം. അറിയാതെയാണോ നിങ്ങൾ മെമ്പർമാർ, ഈ 3 മെമ്പർമാരെ അറിയാതെയാണോ? ഫെൻസിങ്ങിന്റെ അല്ലല്ലോ പണി നടക്കണേ, ഫെൻസിങ്ങിന്റെ ആണ് സ്റ്റാർട്ടിങ്. അവൻ അത് എന്തായാലും അവൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയല്ലേ, അവൻ എടുത്തേക്കണ കോൺട്രാക്ട് എന്താന്ന് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ അത് പഞ്ചായത്തിൽ അല്ല, ഈ എടുത്ത കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ഫെൻസിങ്ങിനാണെന്ന്. ഈ എടുത്ത കോൺട്രാക്ടർ 18 ലക്ഷം എടുത്ത കോൺട്രാക്ടർ പറഞ്ഞത് ഫെൻസിങ്ങിനാണെന്ന്. അപ്പൊ നമ്മളറിയാതെ മെമ്പർമാരറിയാതെ എങ്ങനെ ഫെൻസിങ്ങിന് എടുക്കും? അതാണ് ചോദ്യം. സെക്രട്ടറി തീരുമാനിക്കണേ, അത് മെമ്പർമാർ അറിഞ്ഞിട്ടുണ്ടോ? ഷെൽട്ടറിന്റെ കാര്യം നമ്മൾ അറിയിച്ചിട്ടില്ല. ഷെൽട്ടറിന്റെ കാര്യം അറിയിച്ചിട്ടില്ല. നമുക്ക് ഇനിയിപ്പോ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ, കമ്മിറ്റി കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അറിയിക്കേണ്ട കാര്യമില്ല. അതാണ് ചോദ്യം. എന്റെ വാർഡുമല്ല, എന്റെ വാർഡിലാണ് ഇത് പ്രവർത്തി നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയാത്തത് ഈ ഉത്തരങ്ങളാണ് ഇനി അടുത്ത മീറ്റിംഗിൽ ഞങ്ങൾക്ക് കിട്ടാൻ പോണത്. എന്റെ വാർഡല്ല, അടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോണത് ഇത് എന്റെ വാർഡല്ല, ഇത് അനുഭവിക്കുന്ന ജനങ്ങളാണ്. ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞാൻ ഇതിന്റെ മുമ്പിൽ നിന്ന് ഇത് ചെയ്യുന്നുള്ളത്, നിലവില് ഇതിപ്പോ ഇവിടെ പ്രവർത്തനം ഇത്ര ആയി എന്നുള്ളത് നിങ്ങൾ പോസ്റ്റ് ഇട്ട് എന്റെ പേരടക്കം വന്നപ്പോഴാണ്, എനിക്ക് ഇവിടുത്തെ സുഹൃത്തുക്കളാണ് എന്ന് ബിജോയുടെ വീട്ടുപടിക്ക് സമരം ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനുമായിട്ട്, എന്റെ വാർഡും അല്ല ഞാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യമാണ് ഈ കമ്മിറ്റിയിൽ എടുത്ത തീരുമാനം സ്ഥലം ലഭ്യം എവിടെ എന്നുള്ളതാണ്. ഇതിവിടെ ലഭ്യമായിരിക്കണമെന്ന് നമ്മൾ അറിയിച്ചില്ല. ഇനി അടുത്ത കമ്മിറ്റിയുടെ അത് അറിയിക്കാൻ പോകണം, അതിനകത്ത് ഞാനുണ്ടെങ്കിലല്ലേ എനിക്ക് അതിനകത്ത് എതിർക്കാൻ പറ്റുള്ളൂ. ഇത് 9-ാം വാർഡ് ജോസിന്റെ വാർഡിലാണ് പറഞ്ഞത്, എന്റെ വാർഡല്ല. എനിക്കിവിടെ ആ 2 വീട് പുതിയ വാർഡ് തിരുമുടിക്കുന്ന വാർഡിൽ പറഞ്ഞത്, അത് എല്ലാവരുടെയും വാർഡില്ല. അവിടുത്തെ മെമ്പർ ഞാൻ ആയിരിക്കില്ല, കാരണം വനിതയാണ് മെമ്പർ. അപ്പൊ എനിക്ക് അതിനകത്ത് വന്നിട്ട് ഞാൻ അവിടെ കമ്മിറ്റിയിൽ പറഞ്ഞു. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം വന്നത് ഞാൻ ഈ വാർഡിൽ മെമ്പറല്ല. അടുത്ത ചോദ്യം വന്ന് ഞാൻ ഈ വാർഡ് മെമ്പറല്ല. പിന്നെ അടുത്തിന് മെമ്പറായി വരുന്ന വ്യക്തിയോട് ചോദിക്കുമ്പോ നമ്മൾ ചോദിക്കാണ്, ഏത് അവനൊന്നും അറിയില്ല, ഞാൻ വാർഡ് മെമ്പറും കൂടി ആയിരുന്നു, ഞാൻ മത്സരിച്ചിട്ടുള്ളൂ. അതാ പറഞ്ഞേ ജോസഫ് എത്ര ഉള്ളോ നമുക്ക് പറയാനുള്ളേ. അടുത്ത വാർഡ് ഈ വാർഡ് വിഭജനം വന്നപ്പോൾ ഇനി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആര് ജയിച്ചാലും തോറ്റാലും ഇപ്പൊ ഇനിയിപ്പോ പഞ്ചായത്ത് മെമ്പറായിട്ട് ആരും വരണം അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് ആരും വരണം നമുക്കറിയില്ല. ഇപ്പോഴത്തെ ചോദ്യോത്തരം ഇപ്പൊ വാർഡ് ഇരിക്കുന്ന സ്ഥാനത്ത് ജസീറിന്റെ മെമ്പർ ബിജോയ് ഇപ്പൊ വാർഡിരിക്കുന്നോട് വിഭജനത്തിന് മുമ്പ് 9. അപ്പൊ 3 വാർഡ് മെമ്പർമാർ, ലിജോ ജോസ്, ലിജോയി, ജസി മെമ്പർ, ഈ 3 മെമ്പർമാരെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇനി വരുന്ന വാർഡ് മെമ്പർമാർ അവരോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇതായിരിക്കും, ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഈ 5 കൊല്ലം മുമ്പ് എന്ത് തീരുമാനം എടുത്തു ഒന്നും ഞങ്ങൾക്കറിയില്ല, ഇവിടെ എന്ത് പ്ലാന്റാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ആൻസർ. നമുക്കിപ്പോൾ കിട്ടേണ്ടത് ഇവിടെ നിലവിൽ ഏത് പ്ലാന്റാണ് വന്നതെന്നുള്ളത് ഇപ്പം ഈ മെമ്പർമാർ പറയണം. ഇനി വരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ വരില്ല. മനസ്സിലായോ? ടെൻഡർ വെച്ചാണെന്തിനാ 18 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ വെച്ചാണെന്തിനാ? ഞങ്ങളുടെ ചോദ്യം അതിനെ ഇവിടെ സ്ഥലം ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ ടെൻഡർ വെച്ചത്. സമ്മതിക്കുക അതാ പറഞ്ഞത്, ആ ഒരു ഉറപ്പ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മുമ്പിൽ വെച്ച് ഒപ്പിട്ട് തരണം. എന്റെ അഭിപ്രായം ഒപ്പിട്ട് തരണം. നിങ്ങൾ 5 കൊല്ലം മുമ്പ് എടുത്താണ് അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പ് എടുത്ത തീരുമാനത്തിൽ ഞങ്ങൾക്ക് സമ്മതമല്ല എന്നുള്ള ഒരു ഒപ്പ് ഞങ്ങൾക്ക് തരണം. ഇപ്പൊ മെമ്പറായിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്തല്ല, ഇവിടെ പറ്റില്ല. ഞങ്ങൾക്ക് കൊരട്ടിയിൽ എവിടെയാണ് ഞങ്ങളുടെ കുടിവെള്ള പദ്ധതിയുടെ സ്ഥലത്ത് സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾക്ക് സമ്മതമല്ല എന്നുള്ളത് ഒപ്പിട്ട് തരാം. ഓക്കെ, അതിനുള്ള മെമ്മോറണ്ടം തയ്യാറാക്കി പ്രകാശ 3 പേരും ലിജോ ജോസും ലിജോയും ഞാൻ എനിക്ക് ഒപ്പിടുന്ന ഒരു വിഷമമുള്ള കാര്യമാണ്. ഞാൻ അതിന്റെ കാരണം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ പറഞ്ഞ സീവേജ് വേസ്റ്റിന്റെ കമ്മിറ്റിയിൽ തീരുമാനം പിൻവലിക്കാൻ പറഞ്ഞിട്ട് ജിസി മെമ്പർ അടക്കം അതിനകത്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ
ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മളിവിടെ ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് കമ്മിറ്റിയാണ് തീരുമാനം എടുക്കണേ, മനസ്സിലായോ? ഞാൻ എന്നെ ഒപ്പിട്ട് വന്നിട്ട് എനിക്ക് സമരത്തിന് മുമ്പിൽ ഞാൻ നിൽക്കും. ഞാൻ പറയട്ടെ ചേട്ടാ, ഇതിനകത്തെ ഞാൻ പറയാം രണ്ട് കേസ് ഇതിനകത്തെ. കാരണം ഒരു ഒപ്പിട്ട് ഞങ്ങൾ തരണേന് അതിനകത്തൊരു വാല്യൂ ഇല്ല. ഒന്നാമത്തെ കാര്യം ചേട്ടന് മനസ്സിലായ, അതായത് ഇതിനകത്തൊരു കൃത്യത വരുത്തിയിട്ട് വേണം ഒപ്പിടാൻ. പണ്ട് സീവേജ് വേസ്റ്റ് ഗാന്ധിഗ്രാമിൽ ഈ 9ാം വാർഡിന്റെ തന്നെ അറ്റത്തുള്ള ആളാണ്. ആ മെമ്പർ പോലും അതിനെ എതിർക്കാൻ നിന്നില്ല. അവർ പാർട്ടി നോക്കി നിന്ന. ഞാൻ ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ 2-3 തവണ ഗാന്ധിഗ്രാമിൽ മാലിന്യം തള്ളാൻ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തടഞ്ഞ ആളാണ്. ആദ്യത്തെ തവണ സാവിത്രി ലക്ഷ്മണൻ MLA ഉള്ള സമയത്ത് വന്ന സമയത്ത് ഒരു പ്ലാന്റ് വന്നു പറഞ്ഞു. ഞങ്ങൾ കോൺഗ്രസ്സുകാരാണെന്നുള്ളത് അറിയാലോ. അന്ന് ഞങ്ങൾ തടഞ്ഞ ആളെ, അന്ന് തടഞ്ഞതാണ്. അതിനുശേഷം ദേവസ്വേട്ടനുള്ള സമയത്ത് വീണ്ടും കൊണ്ടുവരാൻ വന്നു, അന്നും തടഞ്ഞു. സീവേജ് വേസ്റ്റ് ഇപ്പോൾ വരാൻ വന്നു, അന്നും തടഞ്ഞു. ഈ സീവേജ് വേസ്റ്റിൽ ഞങ്ങൾ കൊടുത്ത ഒരു കമ്മിറ്റി തീരുമാനത്തിന് ഇവരാരും അനുകൂലിച്ചില്ല. അത് കമ്മിറ്റി തീരുമാനം എടുത്തു വന്നേ. പിന്നെ ഞങ്ങളുടെ ഒപ്പിനെന്താ വാല്യൂ? അവിടെ കമ്മിറ്റി ആയിട്ട് തീരുമാനം എടുക്കണം. അതാണ് വേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.